ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ രാവിലെ ഒരു മഴയുടെ കാലാവസ്ഥ എന്നല്ല, മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പിന്നെ മഴ തോരുന്നുണ്ട്. ഇപ്പോഴത്തെ മഴയുടെ ആയത് ഇപ്പൊ സ്കൂൾ തുറക്കാൻ പോകുന്നു, മഴയുടെ ആ ഒരു അന്തരീക്ഷമൊക്കെയാണ്. മഴ എനിക്ക് ഇഷ്ടമാണ്, മഴ നനയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മഴ നനഞ്ഞാലും നനഞ്ഞില്ലേലും പനി പിടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ പിന്നെ മഴ നനയാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് കമന്റിനകത്ത്. ഞാൻ ചില സമയത്ത് എനിക്ക് കമന്റിന് റിപ്ലൈ തരാൻ പറ്റാത്തത്, ചില എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ കാണുമല്ലോ, അപ്പൊ അങ്ങനെ പോകുന്നുണ്ട് ആ കമന്റിന് റിപ്ലൈ തരാത്തത്. പക്ഷെ എന്റെ സമയം അനുസരിച്ച് ഞാൻ റിപ്ലൈ തരും കേട്ടോ. അപ്പൊ എല്ലാരും റിപ്ലൈ ഇടണം, എങ്ങനെ ഉണ്ട് മഴയെന്നൊക്കെ. പിന്നെ ഞാനേ ഒരു കാര്യം പറയട്ടെ, നമ്മളെ ആരെയും ഒരുപാട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കരുത്. അപ്പൊ ചോദിക്കും, നിനക്കെന്തോ എവിടുന്നോ ഒരു പണി കിട്ടി? അത് അങ്ങനെയല്ല. നമുക്കറിയാലോ, നമ്മളിങ്ങനെ ഒരുപാട് കേൾക്കുന്നു, ഒരുപാട് കാണുന്നു, ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ചിലപ്പം പങ്കുവയ്ക്കാറുണ്ട്. അപ്പൊ ആ പങ്കുവയ്ക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്നു 100%, 99% പറയുന്നത് ആത്മാർത്ഥത കൂടിക്കഴിഞ്ഞാൽ അവിടെ 8ന്റെ പണി കിട്ടുമെന്ന. 8ന്റെ അല്ല, 16ന്റെ പണി കിട്ടും. അപ്പം ഈ ആത്മാർത്ഥത കൂടുക എന്ന് പറഞ്ഞാൽ 2 പേഴ്സൺ, അപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി. അപ്പം രണ്ടുപേർക്കും ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ കാമുകന്മാരായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻസ്, നമ്മളെ കസിൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ വട്ടവർ എന്തോ ആയിക്കോട്ടെ, നല്ല രീതിയിലുള്ള ഒരു ഇത്. അപ്പം ഒരു വ്യക്തി ആ ആളിന് ചിലപ്പോൾ മറ്റേ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശമായ ഒരു രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഓവർകം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷെ ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്കുണ്ടല്ലോ, ഒരിക്കലും അത് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. അതൊരു എന്താ പറഞ്ഞത്, യാഥാർത്ഥ്യമാണ്. ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്നറിയാം. ഒരാൾ എങ്ങനെയും ജീവിച്ചങ്ങ് പോകും, മറ്റേ ആള് ആ പ്രശ്നത്തിൽ കിടന്ന് നീര് ഉരുകി തീരും. അപ്പൊ അതിനെക്കാട്ടിൽ നല്ലത് ഒരുപാട് അങ്ങ് ഓവർ ആത്മാർത്ഥത ഒന്നിനകത്തും പാടില്ല. നമ്മളൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ നീതിയായിരിക്കണം. തെറ്റുകൾ കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ വഞ്ചന കാണിക്കാതിരിക്കുക, ചതി കാണിക്കാതിരിക്കുക, ഒരു സത്യസന്ധത പുലർത്തുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഓവർ ആത്മാർത്ഥത ഉള്ളടം മുഴിക്കാൻ വേദനയെ കിട്ടത്തുള്ളൂ. അതിന് പോകേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്തിനാണെന്നേ എന്താണ് പറയുന്നത്? പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഈ ചൊല്ലിവിടെ പറയണോന്ന് എനിക്കറിയത്തില്ല, എങ്കിലും എന്റെ വായിലങ്ങനെ വന്നു. അപ്പം വേദന ഇച്ചിരി കടുപ്പമാണ്. ഇപ്പൊ നമുക്ക് വേദന വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ മോഡ് വരെ എത്തിച്ചേരുന്ന വേദനകളുണ്ട്. മനസ്സിലായോ? ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സർവ്വസാധാരണ വാക്കാ. എല്ലാരും പറയും എനിക്ക് ഡിപ്രഷനാണ്, ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇത് കേൾക്കാൻ നല്ല രസം, ഒരു ഇംഗ്ലീഷ് വാക്കാണ്, കേൾക്കുമ്പോൾ നല്ല ഗമയുണ്ട്. പക്ഷെ ഇത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ അതിന്റെ വേദന എന്താണ്, അതെന്താണ്, ആ അവസ്ഥ എന്താണെന്നുള്ളത്. പിന്നെ എനിക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫേസിനകത്ത് കുറച്ച് നാളിന് മുമ്പ് ഭയങ്കര പിമ്പിൾസ് വന്നു. അപ്പൊ എല്ലാരും ചോദിച്ചു, എന്ത് ക്രീം ഇട്ടിട്ടാണ്, എന്താണ് നീ കാണിച്ചത്? പക്ഷെ ക്രീം ഒന്നും ഇട്ടിട്ടൊന്നും അല്ല, എനിക്ക് ഹോർമോൺ ഇംബാലൻസ് വന്ന് ഞാൻ കുറച്ച് മെഡിസിൻ എടുത്ത്, ആ മെഡിസിൻ എടുത്തപ്പോൾ സ്റ്റീറോയിഡ് ആണ് ഞാൻ കഴിച്ചത്. അത് കാരണമാണ് ഞാൻ വണ്ണം വെച്ചത്. ഇപ്പോഴും പലരുടെയും ധാരണയുണ്ട്, ഇവള് കയറി നടന്ന് തിന്നിട്ടാണ് ഇവള് വണ്ണം വെച്ചതല്ല, ആ സ്റ്റീറോയിഡ് മരുന്ന് ചെന്നതിന്റെയാണ്. ഇപ്പൊ ഓപ്പോസിറ്റ് മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട്, അത് പിടിച്ചു വരണമെന്ന്, ഇച്ചിരി വണ്ണം ലെവലാവണമെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നേ അതല്ല. അപ്പൊ ആ ഹോർമോൺ ഇംബാലൻസ് വന്നപ്പോ പോലും എന്റെ മൂഡ്, അതായത് മൂഡ് സ്വിങ്സ് എന്ന് പറയത്തില്ലേ, ഭയങ്കര പ്രശ്നമാണ്. അതായത് പെട്ടെന്ന് ദേഷിക്കുക, നവാസിക്കൊക്കെ വിളിക്കുമ്പോൾ ചില സമയത്ത് എന്തെങ്കിലും ഇക്ക പറഞ്ഞാൽ ചിലപ്പോൾ നോർമലി സംസാരമായിരിക്കും, പക്ഷെ എന്റെ പ്രതികരണം ചിലപ്പോൾ ഇക്കായി എടുത്തെറിയുന്ന പ്രതികരണമായിരിക്കും. അപ്പൊ ഇക്കൊക്കെ പിന്നെ അറിയാവുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അറിയാൻ വയ്യാത്ത ഒരാളുടെ അടുത്താണ് നമ്മൾ സംസാരിക്കണമെങ്കിൽ വലിയ പാടാണ്. പറഞ്ഞു വന്നേ അതല്ല, ഒരു ഹോർമോൺ ഇംബാലൻസ് വന്നിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പം ആത്മാർത്ഥത കൂടിക്കഴിഞ്ഞ് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ഡിപ്രഷൻ മോഡ് വരെ പോകേണ്ട ഒരു അവസ്ഥ എത്തിയാൽ അവരുടെ അവസ്ഥ എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യണം, നമ്മള് ഹൃദയം തുറന്ന് കാണിച്ചാൽ ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്ന ആൾക്കാരടുത്ത് ഓവർ ആത്മാർത്ഥതയുടെ ഒന്നും ആവശ്യമില്ല. എന്തിനാണെന്നേ ഓരോന്ന് വിളിച്ചു വരുത്തി ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്? കുറച്ച് ആത്മാർത്ഥത, അതല്ലേ അതിന്റെ ശരി. ഞാൻ പറഞ്ഞത് ഇഷ്ടമായെങ്കിൽ സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളഞ്ഞേക്കുക. അപ്പൊ ഓക്കേ.